ചില ദിവസമായി ചില മെസ്സേജുകളിലെല്ലാം വിശ്വാസത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി പറയുകയാണ്. വിശ്വാസം, നാം വിശ്വസിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം നടക്കുന്നത്, നാം പ്രാർത്ഥിക്കുന്നത്, നാം ചിന്തിക്കുന്നത് നമ്മുടെ ദൈവം നമുക്ക് നടത്തി തരുമെന്ന് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. വിശ്വസിച്ചാൽ നാം ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിക്കുവാനും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടുവാനും സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനമായ, അതായത് ഫെയ്ത്തിൻ്റെ ഒരു പ്രധാനമായ കാര്യമാണ് ബിലീവ്. അതോടൊപ്പം കടന്നു വരുന്നതാണ് സ്നേഹം, ദൈവസ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ദൈവസ്നേഹം. ആ രണ്ട് ലോയും, ആ രണ്ടും കൂടെ കൂടിച്ചേരുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ ദൈവം എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവം അനേകം അത്ഭുതങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ, നമുക്ക് അസാധ്യമായ പല കാര്യങ്ങളും ദൈവം നടത്തി തരുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം, ആ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് ദൈവത്തോടുള്ള ആ സ്നേഹം വർദ്ധിക്കുന്നത്. എങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും? നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തെ നമുക്ക് എത്രത്തോളം ആഴത്തിലേക്ക്, എത്രത്തോളം ഉയരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും? ആ വിശ്വാസത്തിൻ്റെ വർധനവ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ 3 കാര്യങ്ങൾ നാം ചിന്തിക്കേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ വാക്കു പറയണം. നാം നാവെടുത്ത് സംസാരിക്കണം. സ്പീക്ക്. ഒന്ന്, വിശ്വാസത്തെ നാവെടുത്ത് നാം പറയണം. നാം പറയുന്നതിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വരും. അതുപോലെ തന്നെ നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരിക്കണം. പ്രെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് നിശ്ചയമായും ലഭിക്കുമെന്നുള്ള ആ ഒരു ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മൂന്നാമത്, നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ മാംസവും രക്തവും നാം ഭക്ഷിക്കണം. നാം ദൈവത്തിൻ്റെ മാംസവും രക്തവും ഭക്ഷിക്കണം. അത് നാം നമ്മുടെ ചർച്ചിൽ എല്ലാ മാസത്തിലും നാം ചെയ്യാറുണ്ട്. അതിലൂടെയും അത് എന്തിനെ ആണ് കാണിക്കുന്നത്? നമുക്ക് ദൈവത്തോടുള്ള ആ വിശ്വാസം, ദൈവത്തിനോടുള്ള ആ അതിയായ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. നാം കറക്റ്റായിട്ട് ആ അപ്പവും വീഞ്ഞും ദൈവസന്നിധിയിൽ നാം ചെന്നിരുന്ന് കഴിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. ദൈവത്തോടുള്ളതായ ആ വിശ്വാസവും ദൈവത്തോടുള്ളതായ ആ സ്നേഹത്തെയുമാണ് കാണിക്കുന്നത്. നമുക്ക് ഒന്നാമത്തേതായ വിശ്വാസത്തിൻ്റെ ശബ്ദത്തെക്കുറിച്ച് നമുക്ക് ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. നമുക്ക് മർക്കോസ് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ കാര്യമാണ്. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുമെന്ന്. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഞാൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടി പോകാം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അതായത് സംശയിക്കാതെ വിശ്വസിച്ചാൽ, 23-ാം വാക്യത്തിൽ പറയുന്നു, സംശയിക്കാതെ വിശ്വസിച്ചാൽ നാം പറയുന്നത് അതാണ് പറയുമ്പോൾ നടക്കുന്നതായ വിശ്വാസത്തിന്റെ പ്രവൃത്തി. നാം പറയുമ്പോൾ വിശ്വാസത്തോടുകൂടി, സംശയം തെല്ലുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ള ഉറപ്പോടുകൂടി നാം പറയുകയാണെങ്കിൽ അത് സംഭവിക്കുമെന്നാണ് 23-ാം വാക്യത്തിൽ നമ്മുടെ ദൈവം പറയുന്നത്. 24-ാം വാക്യത്തിലോട് നമുക്ക് പോകാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിനോട്, യേശുവിനോട്, ദൈവത്തോട്, നമ്മുടെ അപ്പച്ചനോട് നാം എന്ത് തന്നെ യാചിക്കുമ്പോഴും അത് നമുക്ക് ലഭിച്ചു, എൻ്റെ കർത്താവ് എനിക്കത് തന്നു എന്ന് നാം വിശ്വസിക്കണം. നാം എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നമുക്ക് ലഭിച്ചു എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈ നാം കാണാറില്ലേ, ദൈവമക്കൾ, അതായത് ദൈവദാസന്മാർ, അഭിഷിക്തർ, ദൈവദാസിമാർ ഒക്കെ നാം പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ഭൂതാത്മാവെ വിട്ടുപോക എന്ന് പറയുമ്പോൾ അവർ വിശ്വാസത്തോടുകൂടി, ദൈവത്തോടുള്ളതായ അതിയായ വിശ്വാസത്തോടുകൂടി പറയുന്നത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടി ഒരു കാര്യം പറയുമ്പോൾ അത് സംഭവിക്കും എന്നുള്ള ഉറപ്പ് അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ, അവർ ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ അവിടെ രോഗി വിടുതൽ പ്രാപിക്കുന്നത്, ഭൂതഗ്രസ്തൻ വിടുതൽ പ്രാപിക്കുന്നത്, പൈശാചിക ശക്തിയിൽ നിൽക്കുന്ന സകല വ്യക്തികളുടെ മേലും നിന്നും അത് വിട്ടുമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്ത് വിഷയത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുവോ, ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ വിഷയങ്ങളുടെ മേൽ വിടുതൽ സംഭവിക്കുന്നത് യേശുവിൽ ഉള്ള വിശ്വാസം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കുന്നത്, ദൈവം നടത്തി തരും, ദൈവം തരും എന്നുള്ള അതിയായ ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അപ്പോ നാം നാവെടുത്ത് വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നതാണത്. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. നമുക്ക് മറ്റുള്ളവർ നമ്മെ നോക്കി പറയുന്നുണ്ടായിരിക്കും, നീ ഒരിക്കലും നന്മ പ്രാപിക്കുകയില്ല, ഉയർച്ച പ്രാപിക്കുകയില്ല, അനുഗ്രഹം പ്രാപിക്കുകയില്ല, നീ ഒരു മന്ദബുദ്ധിയായി തന്നെ ഇരിക്കും, നീ ഒരു വേസ്റ്റ് ആണ് എന്നൊക്കെ നിന്നെ നോക്കി പലരും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ള കളകൾ കൊണ്ട് ഇടുമ്പോൾ നിങ്ങൾ ആ വ്യക്തികളെ നോക്കി പറയരുത്, മനസ്സിൽ പറയുക, പോ പിശാചേ, ഞാൻ ദൈവത്തിന്റെ മകനാണ്, എന്നിൽ നിനക്ക് അവകാശമില്ല, ഞാൻ എന്റെ ദൈവത്താൽ എനിക്ക് സകലതും സാധ്യമാകും, ഞാൻ നന്മ പ്രാപിക്കും എന്ന് വിശ്വാസത്തിന്റെ വാക്ക് പറയണം. മറിച്ച് നമുക്ക് ചിന്തകൾ കൊണ്ടിടും പിശാച് പല 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 ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടിടും. ആ ചിന്തകൾ കൊണ്ടിടുമ്പോൾ നാം എന്തു ചെയ്യണം? പോ പിശാചേ, നിനക്ക് എന്നെ തകർക്കുവാൻ സാധിക്കുകയില്ല, നിനക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ എന്റെ ഹൃദയത്തിൽ കൊണ്ടിട്ട്, എന്റെ മനസ്സിൽ കൊണ്ടിട്ട് എന്നെ തകർക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പോടുകൂടി വായെടുത്ത് പറയുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിൽ പിശാച് കൊണ്ടിട്ട് നിങ്ങളെ വേദനിപ്പിക്കുവാൻ നോക്കുന്നതായ ആ ശബ്ദങ്ങളെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് നന്മകൾ നേടുവാൻ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് ആ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചുകൾ കടന്നു വരികയും നമ്മുടെ ഹൃദയം എപ്പോഴും ആനന്ദത്തോടെ ആയിരിക്കാൻ, ദൈവമക്കളാണോ, ദൈവത്തിൽ വിശ്വാസമുണ്ടോ, ദൈവത്തിൽ ഉറച്ച ആ പ്രത്യാശയുണ്ടോ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലം കടന്നു വന്നാലും, എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, ഏതെല്ലാം അപശ്രുതികൾ കടന്നു വന്നാലും ആനന്ദത്തോടെ ആയിരിക്കാൻ, സന്തോഷത്തോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കും. ദൈവമക്കളാണോ, എപ്പോഴും ആനന്ദത്തോടെ ആയിരിക്കാൻ നാം ശ്രമിക്കണം. കർത്താവിൽ നാം എപ്പോഴും സന്തോഷിക്കണം, കർത്താവിൽ നാം എപ്പോഴും ആനന്ദിക്കണം. നമുക്ക് 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. അവനെ നിങ്ങൾ കണ്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട്. നാം ദൈവത്തെ കണ്ടിട്ടില്ല, യേശുവിനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും യേശുവിനെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഭയിലെ ശുശ്രൂഷകന്മാർ, പാസ്റ്റേഴ്സ്, അച്ഛന്മാർ എല്ലാം പറയുന്നത് നാം കേട്ടിട്ട് നാം വിശ്വസിച്ചതാണ് യേശുവിനെ. നാം കണ്ടിട്ടില്ല.
അങ്ങനെ കാണാതെ വിശ്വസിക്കുന്ന ആ ദൈവത്തെ നാം വിശ്വസിക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. നാം യേശുവിനെ വിശ്വസിക്കുന്നതോടുകൂടി നാം കാണാത്തതായ ആ യേശുവിനെ വിശ്വസിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നാം ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. കാണാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള നിശ്ചയം, നാം കണ്ടില്ലെങ്കിലും നമുക്ക് ലഭിക്കുമെന്ന് ഒരു ചാൻസ് പോലും ഒരു ചാൻസ് പോലും നമുക്ക് ചില വിഷയങ്ങൾക്ക് കാണത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് നമുക്കൊരു ചാൻസും കാണത്തില്ല. ആ അവസരത്തിൽ നാം വിശ്വസിക്കണം. നാം വിശ്വസിക്കണം. നമുക്കൊരു വീട് ആഗ്രഹമുണ്ടോ? നമുക്കൊരു വാഹനം ആഗ്രഹമുണ്ടോ? നല്ലൊരു ഉപജീവന മാർഗം ആഗ്രഹമുണ്ടോ? കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 കുഞ്ഞുങ്ങളെ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾ ആദ്യം എന്തു ചെയ്യണം? വിശ്വസിക്കണം. അത് നാം ആഗ്രഹിക്കുന്നത് നമുക്കിപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ അത് നടക്കത്തില്ലായിരിക്കും. വീടിന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു വീട് വെക്കാൻ സ്വന്തമായിട്ടൊരു ഭൂമി പോലും കാണത്തില്ലായിരിക്കും. 1 സെന്റ് ഭൂമി പോലും കാണത്തില്ലായിരിക്കും. വാങ്ങിക്കുവാനുള്ള സാഹചര്യവും കാണത്തില്ലായിരിക്കും. സാമ്പത്തികവും കാണത്തില്ലായിരിക്കും. പക്ഷേ നമുക്ക് ആശിക്കുന്നത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നമ്മുടെ കർത്താവിൽ ഉണ്ടെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റി നമുക്ക് മനോഹരമായ ഒരു ഭവനത്തെ തരുമെന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. അപ്പോഴാണ് ദൈവപ്രവൃത്തി അവിടെ നടക്കുവാൻ ഇടയായിത്തീരുന്നത്. ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി ആ വിഷയത്തെ വെച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനോഹരമായ ഒരു ഭവനം ലഭിച്ചു എന്ന് നാം വിശ്വസിച്ച് നാം അതിൻ്റെ അകത്ത് താമസിക്കുന്നു. സന്തോഷത്തോടെ നാം ആനന്ദത്തോടെ അതിൻ്റെ അകത്ത് താമസിക്കുന്നു. കുടുംബമായി ഭാര്യ, ഭർത്താവ്, മക്കൾ ഒരുമിച്ച് സന്തോഷത്തോടെ താമസിക്കുന്നത് നാം കാണണം. നമ്മുടെ ഹൃദയ കണ്ണിൽ നാം കാണണം. ആ ഹൃദയ കണ്ണിനെ നാം പ്രകാശിപ്പിക്കണം. ഹൃദയ കണ്ണ് പ്രകാശിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ചേഞ്ചുകൾ കടന്നു വരുന്നത്. നമ്മുടെ അകക്കണ്ണിൽ, വിശ്വാസത്തിന്റെ കണ്ണിൽ, വിശ്വാസ കണ്ണിൽ നാം കാണണം. ആ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രകാശം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ അകക്കണ്ണിന്റെ പ്രകാശം, നമ്മുടെ ഉൾക്കണ്ണിന്റെ പ്രകാശം, നമ്മുടെ ദൈവികമായ കണ്ണ്, നമ്മുടെ ഉള്ളിൽ ദൈവം നമുക്കായി വച്ചിരിക്കുന്നതായ ആ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ള ആ അകക്കണ്ണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുവാൻ തുടങ്ങും. ആ പ്രകാശിക്കുമ്പോഴാണ് പ്രകാശം വർദ്ധിച്ച് നാം പറയുന്നതിനനുസരിച്ച്, നാം ഏറ്റു പറയുന്നതിനനുസരിച്ച്, നാം ഉറച്ചു വിശ്വസിക്കുന്നതിനനുസരിച്ച് ആ കണ്ണ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അകക്കണ്ണ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ കണ്ണ് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭൗതിക കണ്ണല്ല. ഭൗതിക കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്കൊന്നും സാധ്യമല്ലായിരിക്കും, അസാധ്യമായിരിക്കും സകലതും. പക്ഷേ അകക്കണ്ണ് പ്രകാശിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രകാശം വർദ്ധിച്ച് അത് ഒരു നദി പോലെ ആ പ്രകാശം നമുക്ക് അടക്കി വെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ പ്രകാശം വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാം പ്രാർത്ഥിച്ചതായ, നാം ദൈവസന്നിധിയിൽ ആ അകക്കണ്ണുകൊണ്ട് നാം പ്രാർത്ഥിച്ച് നാം കണ്ടതായ ആ മനോഹരമായ ഭവനം നമുക്ക് ലഭിക്കുവാനിടയാകും. കുഞ്ഞുങ്ങളില്ലാതെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഉള്ളിലെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണണം. നിങ്ങളുടെ അകക്കണ്ണ് പ്രകാശിക്കട്ടെ. അകക്കണ്ണുകൊണ്ട് കാണണം. നിങ്ങളുടെ കൂടെ
2 കുഞ്ഞുങ്ങൾ കൂടെ ഉള്ളതും നിങ്ങൾ അവർക്ക് വാരി കൊടുക്കുന്നതും നിങ്ങൾ അവരെ കുളിപ്പിക്കുന്നതും നിങ്ങൾ അവരെ ഡ്രസ്സ് ഇടിയിക്കുന്നതും നിങ്ങൾ അവരെ സ്കൂളിൽ അയക്കുന്നതും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും അവർക്ക് പാട്ടുകൾ പാടിക്കൊടുക്കുന്നതും അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ നാം കാണണം. കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. നമുക്കത് ലഭിച്ചു എന്ന് കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളുടെ ആ വിശ്വാസത്തെ കണ്ടിട്ട് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കുവാൻ ഇടയാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കും ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ അകക്കണ്ണ് വർദ്ധിച്ചു വരട്ടെ. ആ അകക്കണ്ണ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവം നമുക്ക് നൽകുമെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാനിടയാകുന്നത്. അതിനാൽ നാം നമ്മുടെ അകക്കണ്ണിനെ പ്രകാശിക്കുവാൻ തക്കവണ്ണം, നമ്മുടെ അകക്കണ്ണിനെ പ്രകാശം വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ നാം വർദ്ധിപ്പിക്കണം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിൻ്റെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ള വചന ശുശ്രൂഷയിലും ഇത് പറഞ്ഞിട്ടുണ്ട്. നാം കാണുന്നത് താൽക്കാലികമാണ്, മായയാണ്. ഈ ലോകം മായയാണ്. നമ്മുടെ മുമ്പിൽ ഉള്ളതെല്ലാം മായയാണ്. എന്നാൽ ദൈവത്താൽ കടന്നു വരുന്നത് നിത്യം. നാം കാണാത്ത കാര്യങ്ങൾ നാം വിശ്വസിക്കണം, നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കുമെന്ന്. ഇപ്പോൾ പിശാച് പല രീതിയിലും നിങ്ങളുടെ മുമ്പേ സാഹചര്യങ്ങളെ അനുകൂലമല്ലാതെ ആക്കി നിങ്ങളെ കാണിക്കുന്നതെല്ലാം അത് താൽക്കാലികമാണ്, അത് മായയായ കാര്യമാണ്. അതൊന്നും നിങ്ങൾ നോക്കി ചിന്തിക്കാതെ കാണാത്തതായ നമുക്ക് ലഭിക്കില്ല എന്ന് പിശാച് നമ്മെ നോക്കി വെല്ലുവിളിക്കുന്നതായ ആ കാര്യങ്ങളെ നാം കണ്ടുകൊണ്ട് ആ നിത്യമായി നമുക്ക് ദൈവം നൽകുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ശാശ്വതമായതായിരിക്കും, നിത്യമായതായിരിക്കും. നാം അതുപോലെ സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ഒക്കെ നാം കേൾക്കുന്നുണ്ട്. പക്ഷേ നാം കണ്ടിട്ടില്ല. പക്ഷെ നാം വിശ്വസിക്കുന്നുണ്ട്, നാം ആഗ്രഹിക്കുന്നുണ്ട്. നാം മരിച്ചാൽ സ്വർഗത്തിൽ പോകണം, നിത്യരാജ്യത്തിന് അവകാശമായി മാറണം എന്നെല്ലാം നാം ആഗ്രഹിക്കാറുണ്ട്. അത് നാം കാണാത്ത ഒരു കാര്യമാണ്, പക്ഷെ അത് നിത്യമായ കാര്യമാണ്. അത് ഉറപ്പായും ഉള്ളതായ കാര്യമാണ്. അതുകൊണ്ട് നാം നിത്യമായതിനെ നാം പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് പിശാച് കാണിക്കുന്നതായ ഓരോ താൽക്കാലികമായ കാര്യങ്ങൾ കണ്ട് പതറാതെ, പേടിക്കാതെ, ഭയപ്പെടാതെ നാം നിത്യമായി ദൈവം നമുക്കായി വച്ചിരിക്കുന്ന കാര്യങ്ങളെ കണ്ടുകൊണ്ട് അത് വിശ്വാസത്തോടുകൂടി പ്രാപിക്കുവാൻ തക്കവണ്ണം നാം നമ്മുടെ അകക്കണ്ണിന്റെ പ്രകാശത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് കടന്നു വരണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ കൊരിന്ത്യരോട് സംസാരിക്കുന്നത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ലേഖനങ്ങളെല്ലാം നമുക്കും വേണ്ടി, നമ്മോടും കൂടി ഉപദേശിക്കുന്നതായ ഓരോ കാര്യങ്ങളാണ്. ഓരോ വാക്യങ്ങളും ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനമാണെന്ന് നാം വിശ്വസിക്കണം. ദൈവം വചനത്തിലൂടെ പറയുന്ന ഓരോ കാര്യങ്ങളും നാം അത് ഉറപ്പായും ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി നാം അത് ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുപോലെ തന്നെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. നാം നടക്കേണ്ടത് കാഴ്ചയാലല്ല, നമ്മുടെ മുമ്പേ കാണുന്നത് വച്ചിട്ടല്ല നാം നടക്കേണ്ടത്. വിശ്വാസത്താൽ നാം നടക്കണം. വിശ്വാസത്താൽ നാം ഓരോ കാര്യങ്ങളും ഇറങ്ങിത്തിരിക്കണം. ദൈവം നമ്മോട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സംസാരിക്കുകയാണെങ്കിൽ
തീർച്ചയായും അത് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാൽ, ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന ഏതു കാര്യവും നമുക്ക് ദുഃഖത്തിന്, അസമാധാനത്തിന് കാരണമായി തീരുകയില്ല. പിശാച് കൊണ്ടിടുന്ന ഓരോ ചിന്തകളാണ് നമുക്ക് അസമാധാനം കൊണ്ടിടുന്നത്, ദുഃഖം കൊണ്ടിടുന്നത്, വേദന കൊണ്ടിടുന്നത്. എന്നാൽ മറിച്ച് ദൈവം നമ്മോട് സംസാരിക്കുന്ന വഴികളിലൂടെ വിശ്വാസത്തോടുകൂടി നാം നടക്കുകയാണെങ്കിൽ അത് നമുക്ക് അനുഗ്രഹത്തിനും ആനന്ദത്തിനും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതായ ആ ആനന്ദത്തിനും സന്തോഷത്തിനുമൊക്കെ കാരണമായി തീരും. എപ്പോഴും നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാൻ സാധിക്കും. ദുഃഖമില്ല എന്നല്ല, ആ ദുഃഖത്തെ എല്ലാം അതിജീവിച്ച്, ദുഃഖം എന്തു തന്നെ കടന്നു വന്നാലും, ദുഃഖം കടന്നു വരും, കടന്നു വരില്ല എന്നല്ല, ദുഃഖം കൊണ്ടിടും പിശാച്. നമുക്ക് ദുഃഖം കൊണ്ടിടുന്നത് ആരാണ്? പിശാചാണ് കൊണ്ടിടുന്നത്. പക്ഷെ ആ ദുഃഖത്തെ അതിജീവിക്കുവാൻ ദൈവത്തിലുള്ള വിശ്വാസം, നാം വിശ്വാസത്തിൽ നടക്കുകയാണെങ്കിൽ, ദൈവത്തിലുള്ള ആ വിശ്വാസത്തോടുകൂടി നാം നടക്കുകയാണെങ്കിൽ, ദൈവത്തിൽ നിന്നുള്ള ആ പ്രത്യാശയും, ദൈവത്തിൽ നിന്നുള്ള ആ സന്തോഷവും, ദൈവത്തിൽ നിന്നുള്ള ആനന്ദവും നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ യേശു കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത ശിഷ്യന്മാരുടെ ഇടയിൽ വന്നതായ സമയത്ത് തോമസ് എന്ന ആ ശിഷ്യൻ, ആ അപ്പോസ്തലൻ പറയുകയുണ്ടായി, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ വിരൽ യേശുവിൻ്റെ കൈകളിലെ ആണി അടിച്ച ആ ദൂരത്തിലേക്ക് ഇട്ടിട്ട് മാത്രമേ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുവാനിടയായി. ആ സമയത്ത് യേശു കർത്താവ് ആ ശിഷ്യന്മാരും തോമസും കൂടിയിരുന്ന ആ റൂമിനുള്ളിലേക്ക് കടന്നു വരുവാനിടയായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യേശു അതാ നിൽക്കുന്നു. പക്ഷെ തോമസ് വിശ്വസിച്ചില്ല. അന്നേരം യേശു കർത്താവ് അവിടെ പറയുന്ന വാക്യം നമുക്ക് കാണാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു അവനോട്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നാം യേശുവിനെ കണ്ടിട്ടില്ല, നാം യേശു മരിച്ചു എന്നറിയാം, യേശു ഉയർത്തെഴുന്നേറ്റു എന്നും പറയുന്നു. ആ കേട്ട വാർത്തകളെ നാം വിശ്വസിക്കുന്നു. യേശുവിനെ കാണാതെ തന്നെ നാം വിശ്വസിക്കുന്നു. അങ്ങനെ യേശുവിനെ വിശ്വസിക്കുന്ന, യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും യേശു പറയുന്നത് എന്താണ്? ഭാഗ്യവാന്മാർ. അത് നേരെ കാണാതെ, സത്യസന്ധമായി മുന്നേ കാണാതെ നാം വിശ്വസിക്കുന്നു. അങ്ങനെ കാണാതെ വിശ്വസിക്കുന്ന, യേശുവിനെ കുറിച്ചുള്ള ആ വാർത്ത, യേശുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കാണാതെ തന്നെ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ യേശു കർത്താവ് പറയുന്നതാണ് ഭാഗ്യവാന്മാർ. അപ്പൊ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച്, യേശു കർത്താവിനെ സ്വന്തം പിതാവായി, സ്വന്തം മാതാവായി, സ്വന്തം കൂട്ടുകാരനായി, സ്വന്തം കാന്തനായി ഒക്കെ കാണുന്ന, യേശുവിനെ അതിയായി വിശ്വസിക്കുന്ന, യേശുവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണെന്നാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ഞാനും നിങ്ങളും ഓരോരുത്തരും കർത്താവെ വിശ്വസിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ആ വിശ്വസിക്കുന്നതിലൂടെ നാം ഭാഗ്യവതികളായി, ഭാഗ്യവാന്മാരായി മാറുകയാണോ ചെയ്യുന്നത്? നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ന്റെ 30-ാം വാക്യം കൂടി നമുക്ക് വായിച്ചു കേൾക്കാം. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. യേശു അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. നമുക്ക് ബുക്കിൽ എഴുതിയിരിക്കുന്നതെല്ലാം, അതായത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് മാത്രമേ നമുക്കറിയാവൂ. എന്നാൽ
ബൈബിളിൽ എഴുതാത്തതുമായ അനേകം അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് നേരിട്ട് കണ്ട വ്യക്തികളാണ് യേശുവിന്റെ ശിഷ്യന്മാർ. യേശുവിന്റെ ശിഷ്യന്മാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലൂടെ, തൻ്റെ ഭക്തന്മാരിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അനേകം പേർ രോഗങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച്, ഭൂതങ്ങളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നതും, അനേക അത്ഭുത പ്രവർത്തികൾ നാം ചർച്ചിലൊക്കെ കാണുവാൻ സാധിക്കുന്നത്. നാം തന്നെ നമ്മുടെ ഭവനത്തിൽ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കുന്നത്, നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം വിടുതൽ നടക്കുന്നത് ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളാണ്. യേശു കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ആ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. സയൻസ് പറയും നിനക്കിനി കുഞ്ഞുങ്ങൾ ലഭിക്കത്തില്ല എന്ന്. പക്ഷേ വിശ്വാസത്തോടുകൂടി, യേശു അപ്പനിലുള്ള വിശ്വാസത്തോടെ, നമ്മുടെ അപ്പച്ചനോട് നാം വിശ്വാസത്തോടു കൂടി എന്ത് യാചിച്ചാലും നമുക്ക് ലഭിക്കും. എൻ്റെ യേശു അപ്പച്ചന് എൻ്റെ ജീവിതത്തിൽ മിറക്കിൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ, ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണെങ്കിൽ സയൻസിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവിടെ കുഞ്ഞുങ്ങൾ ജീവൻ പ്രാപിക്കുവാൻ, കുഞ്ഞിനെ ലഭിക്കുവാൻ സാധിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ അബ്രഹാമും സാറയും. അബ്രഹാമിനോട് യേശു കർത്താവ്, ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും നിനക്ക് കുഞ്ഞുങ്ങൾ, തലമുറകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ സമയത്ത് സയൻസ് പറയുന്നതായ എല്ലാം നിന്നുപോയിരുന്നു. സാറയ്ക്ക് ഒരു ഗർഭം ഇനി ഉണ്ടാകാൻ ഒരു ചാൻസും ഇല്ല. അനേകം വംശങ്ങളുടെ നീ പിതാവായി മാറുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞു. പക്ഷേ യേശു കർത്താവ്, ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായ സമയത്ത്, പിതാവായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞതായ സമയത്ത് ഒരിക്കലും സാധ്യമല്ലാത്തതാണ്. അത് ഒരിക്കലും സാധ്യമല്ല. സയൻസിന്റെ രീതിയിൽ നോക്കിയാൽ അസാധ്യം, സംഭവിക്കത്തില്ല. പക്ഷേ ദൈവം അവനോട് എന്ത് പറഞ്ഞുവോ അവൻ വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്തു. എന്നിട്ട് ദിവസവും പുറത്തിറങ്ങി നിന്ന് അവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പറയും, എൻ്റെ ദൈവം പറഞ്ഞു എനിക്ക് ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എനിക്ക് മക്കളെ തരുമെന്ന്, തലമുറകളെ തരുമെന്ന്, എന്നിൽ നിന്ന് അനേകം വംശങ്ങൾ രൂപപ്പെടുമെന്ന് ഒക്കെ ഓരോ ദിവസവും വിശ്വാസത്തോടുകൂടി പറയുകയുണ്ടായി. ആ വിശ്വാസമാണ് ദൈവം അവിടെ പ്രവർത്തിക്കുവാനിടയായി തീർന്നത്. അസാധ്യമായ സമയത്തും അവൻ വിശ്വസിച്ചതുകൊണ്ട്, അബ്രഹാം വിശ്വസിച്ചതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടക്കുകയും അബ്രഹാമിലൂടെ ഇസ്ഹാക്കിന്റെ തലമുറകളും അനേകം വംശങ്ങൾ അതിൽ നിന്ന് കടന്നു വരുവാനും ഇടയായിത്തീർന്നു. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ അത് ചുമ്മാതെ പറയത്തില്ല. ദൈവം പറയുന്ന വാഗ്ദത്തത്തെ നാം വിശ്വസിച്ചുകൊണ്ട്, ഏറ്റെടുത്തുകൊണ്ട്, ഉറപ്പോടെ ആ പറഞ്ഞതായ വാഗ്ദത്തങ്ങളെ നാം കണ്ടുകൊണ്ട് നിനക്കൊരു ജോലി ലഭിക്കുമെന്ന്, നിനക്കൊരു ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്ന് നിന്നെ നോക്കി ഏതെങ്കിലും ദൈവഭക്തന്മാർ പ്രവചന ശബ്ദത്താൽ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. നീ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. നിനക്ക് മനോഹരമായ ഒരു ഭവനം
തരുമെന്ന് ആരെങ്കിലും നിന്നോട് ദൈവശബ്ദത്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അങ്ങനെ നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്ക് അത് ലഭിക്കും. നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട്? നിനക്ക് ആ ശബ്ദത്തെ, ആ വാഗ്ദത്തത്തെ നീ വിശ്വസിക്കുന്നു എന്ന് കാണിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയാകും. നീ സുവിശേഷ വേലക്കാരിയായി ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷ വേലക്കാരനോ വേലക്കാരിയോ ആകുമെന്ന് നിന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. നീ അനേകം പേരോട് ശുശ്രൂഷിക്കുന്നത്, നീ അനേകം പേരുടെ ഇടയിൽ നീ ശുശ്രൂഷിക്കുന്നത്, നീ അനേകം പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നീ അനേകം പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത്, അനേകം പേരെ നീ ഉപദേശിക്കുന്നത്, നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ സാഹചര്യം അതിന് അനുകൂലമായിരിക്കില്ല. നിനക്ക് ചിലപ്പോൾ പള്ളിയിൽ പോലും ഒരു പ്രാർത്ഥന പോലും ലഭിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ ഭവനത്തിൽ ഒരു കൂട്ടായ്മ വയ്ക്കുമ്പോൾ, ഭവന പ്രാർത്ഥനകൾ ചർച്ചിൽ നിന്ന് വയ്ക്കുമ്പോൾ അവിടെ പോലും ഒരു പ്രാർത്ഥനയോ ഒരു സാക്ഷ്യത്തിനോ ഒന്നും നിനക്ക് അനുവാദം ലഭിക്കാത്ത വ്യക്തിയായിരിക്കും. പക്ഷേ നിന്നെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും നീ ലോകമറിയപ്പെടുന്ന ശുശ്രൂഷകനായി അല്ലെങ്കിൽ ശുശ്രൂഷകയായി മാറുമെന്ന്. നീ അത് നിന്റെ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട്, നീ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. തീർച്ചയായും ദൈവത്തിന്റെ ടൈമിനായി നാം കാത്തിരിക്കണം. അബ്രഹാം കാത്തിരുന്നത് പോലെ. അബ്രഹാം കാത്തിരുന്നില്ലേ? അബ്രഹാമിനൊരു പൈതലിനെ സാറയിൽ നിന്ന് ലഭിക്കുവാൻ അബ്രഹാം കാത്തിരുന്നില്ലേ? എത്രയോ വർഷം കാത്തിരുന്നു. വാഗ്ദത്തം കേട്ടിട്ട് എത്രയോ വർഷം കാത്തിരുന്നു. അതുപോലെ നാമും കാത്തിരിക്കുമ്പോൾ, ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആ അത്ഭുതത്തെ ചെയ്യുവാനിടയായിത്തീരും. നമുക്ക് എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലേക്ക് നമുക്ക് പോകാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18. വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയ പ്രാർത്ഥനയാണ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? മഹിമാധനം, വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അതാണ് നമ്മോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ നാം വിശ്വസിക്കണം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ആ വിഷയത്തിൽ നടക്കുമെന്നുള്ള അത് എല്ലാവരുടെയും മേല് ഈ വ്യക്തമായ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും വ്യക്തമാക്കി കൊടുക്കണമേ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പോസ്തലന്റെ വലിയൊരു പ്രാർത്ഥനയാണിത്. എല്ലാവരെ കുറിച്ചുമുള്ള ദൈവത്തിന്റെ വിളി എന്തെന്നും ആ ദൈവം നമുക്കായി വച്ചിരിക്കുന്നത് എന്താണെന്നും ദൈവത്തിന്റെ മഹിമാധനം നമുക്ക് വച്ചിരിക്കുന്നത് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കുവാനുള്ള കൃപ ഓരോരുത്തരുടെ മേലും ലഭിക്കണമേ എന്നും അതിന് പ്രാപ്തിയുള്ളവരാക്കി ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നതാണ് ഈ വചനത്തിലൂടെ നാം കാണുന്നത്. നാം നമ്മുടെ സ്പിരിച്വൽ, അതായത് ആത്മീക കണ്ണ് വർദ്ധിപ്പിക്കണം. നമ്മുടെ ആത്മീക കണ്ണ് നാം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുവാൻ, ഇതെല്ലാം കാണുവാനൊക്കെ കഴിയുന്നത്. നമുക്ക് ഒന്ന് കേട്ടാൽ
അത് പ്രാപിച്ചെടുക്കുവാൻ, അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ. അത് മാത്രവുമല്ല, ദൂത സൈന്യം നമ്മെ കാക്കുന്നത്, കർത്താവ് നമ്മെ കാക്കും, ദൂതന്മാർ നമ്മെ കാക്കുമെന്ന് നാം പറയുന്നത് അകക്കണ്ണുകൊണ്ട് നമ്മെ കാക്കുന്നത് കാണുവാനല്ല. ആ അകക്കണ്ണ്, ആ സ്പിരിച്വൽ ഐസ്, അതായത് ആത്മീക കണ്ണ് വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചാണ് നമുക്കതെല്ലാം കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് എലീശ പ്രവാചകനെ രാജാവ് യുദ്ധം ചെയ്ത് നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച സമയത്ത്, അതായത് തൻ്റെ 2 രാജാക്കന്മാർ 6-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്നു പറഞ്ഞു. ആ സമയത്ത് എലീശ പ്രവാചകൻ ദൈവത്തോട് പറയുവാനിടയായി, ഈ ശിഷ്യന്റെ അകക്കണ്ണിനെ തുറന്നു കൊടുക്കണമേ. ഈ ശിഷ്യന്റെ അകക്കണ്ണിനെ തുറന്നു കൊടുക്കണമേ. എന്തിനാണ്? രാജാവ് തന്റെ സൈന്യത്തെ അയച്ച് എലീശ പ്രവാചകനെ പിടിക്കുവാനായി കടന്നു വന്നപ്പോൾ എലീശ പ്രവാചകന്റെ രാജാതി രാജാവായ കർത്താവായ ദൈവം അഗ്നികോട്ടയാൽ, അഗ്നിമതിലാൽ കോട്ട കെട്ടി ആ എലീശ പ്രവാചകൻ ഇരിക്കുന്ന ഭവനത്തിന് ചുറ്റും നിൽക്കുന്നത്. ആർക്കും എലീശ പ്രവാചകനെ മാനുഷിക ശക്തികൾക്ക് അറ്റാക്ക് ചെയ്യുവാൻ സാധിക്കാത്ത രീതിയിൽ അവിടെ ദൈവം തന്നെ, ഈ ലോകത്തിലെ രാജാവ് ആ പാളയത്തിന് ചുറ്റും കോട്ട കെട്ടിയപ്പോൾ, അതിനായി ചിന്തിച്ചപ്പോൾ തന്നെ അതിനു മുന്നായി കടന്നു വന്ന് നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ അപ്പൻ സൈന്യത്തെ അയച്ച് അഗ്നിയാൽ കോട്ട കെട്ടി സൂക്ഷിച്ചിരിക്കുന്നത് ആ ബാല്യക്കാരന് കാണുവാനായിട്ട് കണ്ണ് തുറന്നു കൊടുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നാം എന്താണ് കാണുന്നത്? ഈ പാളയം മൊത്തം നമ്മെ വളഞ്ഞിരിക്കുന്നതായിട്ട്, പിശാച് ഇങ്ങനെ പലരെയും കൊണ്ട് നമ്മെ തകർക്കുവാനായി ചുറ്റി ഇരിക്കുന്നതായിട്ട്. പക്ഷേ നമ്മെ തകർക്കുവാൻ സാധിക്കാതെ, നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കാതെ, പല പ്രശ്നങ്ങൾ പലരും കൊണ്ടിട്ട് നമ്മെ തകർക്കുവാൻ തന്ത്രം മെനഞ്ഞിരിക്കുമ്പോൾ, നാം ദൈവത്തിന്റെ ഭക്തനുമായിരിക്കുമ്പോൾ ദൈവം അത് മുന്നമേ കണ്ടിട്ട് നമ്മെ തകർക്കുവാൻ സാധിക്കാതെ, നമ്മെ നശിപ്പിക്കുവാൻ സാധിക്കാതെ ദൈവത്തിന്റെ സൈന്യത്തെ അയച്ച് ദൈവത്തിന്റെ അഗ്നി മതിലാൽ നമ്മെ പൊതിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ, നമ്മുടെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ അകക്കണ്ണ് തുറന്നു വരണം. അകക്കണ്ണ് തുറക്കണം. ആ അകക്കണ്ണ് തുറക്കാനാണ് എലീശ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കേണമേ എന്നു പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്ന് എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. അങ്ങനെ എലീശ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ചുറ്റുമായി ദൈവം കോട്ട കെട്ടി സൂക്ഷിക്കുന്നത്, ദൈവം സംരക്ഷിക്കുന്നത് കാണുവാൻ ആ ബാല്യക്കാരന് സാധിച്ചു. നമ്മുടെ അകക്കണ്ണ് തുറക്കണം. നമ്മുടെ അകക്കണ്ണ് തുറക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നാം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി നടക്കുവാനിടയായി തീരും എന്നതാണ്
ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തെ നിങ്ങൾ നോക്കരുത്. അത് താൽക്കാലികമാണ്, മായയാണ്. ഈ ലോകം തന്നെ മായയാണ്. ഈ ലോകം താൽക്കാലികമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. പിശാച് നമ്മളെ തകർക്കുവാൻ കൊണ്ട് ഇടുന്നതായ തന്ത്രങ്ങളാണ്. പക്ഷെ അതിൽ നാം പതറിപ്പോകാതെ, അതിൽ നാം തകർന്നു പോകാതെ, നാം ദൈവസന്നിധിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ അകക്കണ്ണുകൊണ്ട് ദൈവം നമുക്ക് വച്ചിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും, ദൈവം നമ്മോട് പറഞ്ഞതായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് ഉള്ള വിശ്വാസത്തോടുകൂടി നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അകക്കണ്ണ് തുറന്ന് നാം കണ്ടുകൊണ്ട്, സ്പിരിച്വലൈസ്, ആത്മീക കണ്ണ് തുറന്ന് നാം കണ്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ നടക്കില്ല എന്ന് നിങ്ങളെ നോക്കി വെല്ലുവിളിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങളെ വേദനിപ്പിക്കത്തില്ല, നിങ്ങളെ തകർക്കത്തില്ല. അതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ചിരി കടന്നു വരും. അവരങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞോ, എൻ്റെ അപ്പൻ, എൻ്റെ യേശുപ്പൻ, എൻ്റെ അപ്പച്ചൻ എനിക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിശ്ചയമായും ചെയ്തു തരും. എൻ്റെ അപ്പച്ചൻ എനിക്ക് നൽകും, എൻ്റെ അപ്പച്ചൻ എനിക്കത് ചെയ്തു തരുമെന്നുള്ള ആ ഉറപ്പ് പറയുവാനും ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം നേരിടുവാനും സാധിക്കും. ഈ അകക്കണ്ണ് തുറന്ന് എലീശയുടെ ഭൃത്യൻ കണ്ടപ്പോൾ ഭയന്നുപോയി. ദൈവത്തിന്റെ ആ സംരക്ഷണം കണ്ട് ഭയന്നുപോയി. അതുപോലെ തന്നെയാണ് യേശുവിന്റെ അമ്മയായ മറിയയുടെ മുന്നിൽ ദൂതൻ കടന്നു ചെന്നപ്പോൾ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ദൂതൻ കടന്നു ചെന്നപ്പോൾ ഭയപ്പെട്ടുപോയി, മറിയ ഭയപ്പെട്ടുപോയി. അപ്പോൾ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പത്രോസ് യോഹന്നാനും യാക്കോബുമായി യേശുവിനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ മരൂപമലയിലേക്ക് കടന്നു പോയപ്പോൾ അവിടെ പത്രോസ് കാണുവാനിടയായി. മോശയും എലിയാവും യേശു, ഇങ്ങനെ 3 പേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ പത്രോസ് ഭയപ്പെട്ടു. അപ്പോഴും ഭയപ്പെടേണ്ട എന്ന് അവിടെ പറയുവാനിടയായി. ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പത്രോസിനോട് പറയുവാനിടയായി. ഇപ്പോൾ നമ്മുടെ അകക്കണ്ണ് തുറക്കാനായിട്ട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സ്പിരിച്വൽ ഐസ്, നമ്മുടെ ആത്മീക കണ്ണ് തുറക്കുവാനായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് തുറന്ന് ലഭിക്കണം. അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ തുറന്ന് ലഭിക്കണം. ആ അകക്കണ്ണ്, അതായത് ആത്മീക കണ്ണ്, സ്പിരിച്വൽ ഐസ് തുറക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രകാശം വർദ്ധിക്കുന്നത്, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ അകക്കണ്ണ് തുറക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? നമുക്ക് വചനം കേൾക്കുന്നതിലൂടെ, വചനം വായിക്കുന്നതിലൂടെ, വചനം ശ്രദ്ധിക്കുന്നതിലൂടെ, ദൈവ ശബ്ദം കേൾക്കുന്നതിലൂടെ, ദൈവം നമ്മോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ട്. പല ദൈവ മക്കളിലൂടെ നമ്മോട് സംസാരിക്കാറുണ്ട്. ആ ശബ്ദത്തെ നാം ചെവിക്കൊള്ളുന്നതിലൂടെ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ അകക്കണ്ണ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നമ്മുടെ അകക്കണ്ണ് വർദ്ധിക്കണം. അകക്കണ്ണ് വർദ്ധിക്കുവാനായിട്ട് നാം ഇടവിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തോട് നാം യാചിക്കണം. ദൈവമേ, എൻ്റെ ആത്മീക കണ്ണ്, എൻ്റെ സ്പിരിച്വൽ ഐസ് നീ തുറന്നു നൽകുമാറാകണമേ. നീ എനിക്കായി വച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് കാണുവാനുള്ള ഭാഗ്യം, അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഭാഗ്യം അങ്ങ് എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് നാം ദൈവത്തോട് ആഗ്രഹത്തോടുകൂടി, അതിയായ ആഗ്രഹത്തോടുകൂടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകക്കണ്ണ് തുറക്കുവാനും അകക്കണ്ണ് പ്രകാശിക്കുവാനും ഒക്കെ ഇടയായിത്തീരും. അങ്ങനെ അകക്കണ്ണ് തുറക്കുന്നതിലൂടെ, വചനം വായിക്കുമ്പോൾ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കും ദൈവം. വചനത്തോട് നമ്മൾ സംസാരിക്കും. വചനം കേൾക്കുന്നതിലൂടെ നമുക്ക് സംസാരിക്കും ദൈവം. നാം ആലയത്തിൽ പോയി ആരാധന കൂടുമ്പോൾ, അവിടെ വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ വചന ശുശ്രൂഷയിലൂടെ ദൈവം നമ്മോട് ഇടപെടും. ദൈവം സംസാരിക്കുവാനിടയാകും. അതെല്ലാം നാം നമ്മോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ അത് സ്പർശിക്കുമ്പോൾ നാം അത് ഏറ്റെടുത്തുകൊണ്ട്
ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആയിരിക്കുകയാണെങ്കിൽ നമ്മുടെ അകക്കണ്ണ് പ്രകാശിക്കുവാൻ തുടങ്ങും. അപ്പോൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അകക്കണ്ണ് തുറന്നുകൊണ്ട് നമുക്കത് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 26:18 26-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് പൗലോസുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്, ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അവിടെ ആ ഒരു എൻകൗണ്ടർ കടന്നു വരുമ്പോൾ പൗലോസിന്റെ അകക്കണ്ണ് തുറക്കുവാനിടയാകുന്നത്. നമുക്ക് 18-ാം വാക്യത്തിൽ 26-18 വാക്യത്തിൽ അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ഉണ്ടായപ്പോൾ എന്താണ് ചെയ്തത്? അവരുടെ അകക്കണ്ണ് തുറക്കാനായിട്ട് നീ അവരുടെ ഇടയിൽ പോയി പ്രവർത്തിക്കണമെന്ന് ദൈവം പറയുവാനിടയായി. അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് എത്തിക്കുവാൻ, സാത്താന്റെ കയ്യിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് അവരെ പ്രകാശത്തിലേക്ക് ദൈവത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ദൈവം പൗലോസിനെ എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായി തീർന്നു. ദൈവം അതിനായി പൗലോസിനെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-18 നേരത്തെ കണ്ടു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-18 വാക്യത്തിൽ നാം കണ്ടു, അവർക്ക് വിളിയാലുള്ള ആശ ഇന്നതെന്ന്, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന്, അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്കു വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവ് വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നുവെന്ന്. അപ്പോൾ നാം ധാരണയോടെ പ്രാർത്ഥിക്കണം. ധാരണയോടെ, പ്രെയർ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. നാം ധാരണയോടെ പ്രാർത്ഥിക്കണം. അതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മളെക്കുറിച്ച് ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണ്, ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ആ ധാരണയോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ചിന്തകളോ ശബ്ദങ്ങളോ മറ്റുള്ളവരുടെ വാക്കുകളോ സാഹചര്യങ്ങളോ, പിശാച് പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിടും. അതൊന്നും നമ്മളിലുള്ള ദൈവത്തിന്റെ വിശ്വാസം ചോർത്തിക്കൊണ്ടു പോകുവാൻ, തട്ടിക്കൊണ്ടു പോകുവാൻ, കവർച്ച ചെയ്തു കൊണ്ടുപോകുവാൻ. പിശാച് കള്ളനാണ്. കള്ളൻ കവർച്ച ചെയ്യുവാനാണ് വരുന്നത്. നമ്മുടെ വിശ്വാസത്തെ കവർച്ച ചെയ്യുവാനാണ് വരുന്നത്. ആ വിശ്വാസത്തെ കവർച്ച ചെയ്യുവാനോ ഒന്നും ഇടയാക്കാതെ ദൈവം നമ്മെ സംരക്ഷിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ വിശ്വാസത്തിന്റെ ധാരണ നമ്മുടെ ഉള്ളിൽ കൂടുതലായി കടന്നു വരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഇടവിടാതെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവും തമ്മിൽ, നമ്മുടെ ആത്മാവും ദൈവവുമായി സംസാരിക്കുന്നതാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മീക കണ്ണ് തുറക്കുവാനും നമ്മുടെ ആത്മീകമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാനും ഇടയാകും. അപ്പോൾ നമ്മെ പിശാചിന് തകർക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾ നിന്ന് ദൈവത്തിന്റെ സന്തോഷവും ആനന്ദവും പിശാചിന് തട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. പക്ഷെ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി നേരിടുവാൻ, ജോയ്ഫുൾ ആയിട്ട് നമ്മൾക്ക് നേരിടുവാൻ, നമ്മുടെ മുഖത്ത് ഒരു മ്ലാനതയോ പ്രയാസമോ ഒന്നും വരാതെ നേരിടുവാൻ സാധിക്കും. അതിന് നാം എന്തു ചെയ്യണം? അന്യഭാഷയിൽ ആരാധിക്കണം. അന്യഭാഷയിൽ ആരാധിക്കണം. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ അകക്കണ്ണ് നീ പ്രകാശിപ്പിച്ചു തരണമേ. എൻ്റെ അകക്കണ്ണ്
നീ പ്രകാശിപ്പിച്ചു തരണമേ എന്ന്. അതുപോലെ തന്നെ നാം വചനം വായിക്കണം. വചനം വായിക്കുന്നതിലൂടെയാണ് ആ വിശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നത്. വചനം വായിക്കുന്നതിനനുസരിച്ച് ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരും. നാം വചനം എപ്പോഴും വായിക്കുന്നവരായിരിക്കണം. നാം വചനം കേൾക്കുന്നവരായിരിക്കണം. പ്രസംഗങ്ങൾ കേൾക്കുന്നവരായിരിക്കണം. വചന ശുശ്രൂഷകൾ നാം കേൾക്കുന്നവരായിരിക്കണം. അതിലൂടെയൊക്കെ നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നമ്മുടെ അകക്കണ്ണ് തുറക്കുവാൻ തുടങ്ങും. അത് നാം വചനം കേൾക്കുന്നതിനനുസരിച്ച് ക്രിസ്തുവിനെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഒക്കെ നാം കേൾക്കുന്നതും കാണുന്നതിലൂടെയൊക്കെ നമുക്ക് വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അകക്കണ്ണ്, നമ്മുടെ ആത്മീക കണ്ണ് നമ്മൾ തുറന്നു വരുവാനിടയായിത്തീരും. നമ്മുടെ ആത്മീക കണ്ണ് തുറന്നു വരുവാനിടയായിത്തീരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രോമിസുകളെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. അത് നമുക്ക് നൽകിയെന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അത് ദൈവം തന്നിരിക്കുന്നു. പക്ഷെ അത് നാം എങ്ങനെ കൊണ്ടുവരണം പുറത്ത്? നാം ആ പ്രോമിസുകളെ, ദൈവം നമുക്ക് നൽകിയതാണ് ആ പ്രോമിസ്, അത് നാം എങ്ങനെ പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും? നാം കണ്ടുകൊണ്ട് 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 നാം പ്രാർത്ഥിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസവും വർദ്ധിക്കും. നമ്മുടെ അകക്കണ്ണ് തുറന്ന് വർദ്ധിച്ചു വരുവാൻ, അകക്കണ്ണിലുള്ള പ്രകാശം വർദ്ധിക്കുവാൻ ഇടയാകും. അതിലൂടെ വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീരും. അതിനായി ദൈവത്തിൻ്റെ അകക്കണ്ണ് നമ്മുടെ ഉള്ളിലേക്ക് കൂടുതലായി തുറന്നു വരുവാൻ നാം എപ്പോഴും 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 നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിൽ ആത്മീക കണ്ണ് നമുക്ക് അടഞ്ഞു പോയാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആത്മീക കണ്ണിനെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നാം പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥനയിൽ മടുപ്പ് വരരുത്, വചന വായനയിൽ മടുപ്പ് വരരുത്, വചനം കേൾക്കുന്നതിൽ മടുപ്പ് വരരുത്, കൂട്ടായ്മകൾ കൂടുന്നതിൽ മടുപ്പ് വരരുത്. നമ്മോട് ദൈവം പ്രോമിസുകൾ പറഞ്ഞതിനെ അവിശ്വസിക്കരുത്. അതിനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ അത് കണ്ടുകൊണ്ട് നമ്മുടെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണാൽ നാം കണ്ടുകൊണ്ട് നാം മുന്നോട്ട് നടന്നു പോകണം. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, ആ വിശ്വാസത്തിൻ്റെ കണ്ണാൽ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രോമിസസ് എല്ലാം കടന്നു വരുവാനിടയായിത്തീരും. മൂന്നാമത്തേതായ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നാം തിരുവാത്താഴത്തിൽ പങ്കുള്ളവരായിരിക്കണം. നമ്മൾ ബ്രെഡ് ബ്രേക്ക് ചെയ്യുന്നവരായിരിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ച് ഉള്ള അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിൽ തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൻ പോകുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ മുമ്പോട്ട് പോകുന്ന ഭവനം കാണിച്ചു. അവരോ, ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞു അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് ആർക്കാണ് കൊടുത്തതെന്ന് യേശുവിൻ്റെ ശിഷ്യന്മാരായ 2 പേർ എമ്മാവൂസ് എന്ന ഗ്രാമത്തിലൂടെ യേശു ഉയർത്തെഴുന്നേറ്റ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തർക്കിച്ചുകൊണ്ട്
ഒക്കെ ഇങ്ങനെ നടന്നു പോയ സമയത്താണ് യേശുവും അവരോടൊപ്പം ചേർന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെ നടന്നോട്ടെ എന്ന് ചോദിച്ച് അവരുടെ കൂടെ നടക്കുന്ന ദൈവം അവസാനം അവരോട് സംസാരിച്ചതാണ് നാം 24-ാം അധ്യായം 27 മുതൽ 27 വാക്യത്തിൽ നാം വായിച്ചു കേട്ടത്. അവിടെ ദൈവത്തോട് രാത്രിയായപ്പോൾ സന്ധ്യയായപ്പോൾ അവർ ആവശ്യപ്പെട്ടു. യേശു കർത്താവാണെന്ന് അവർ അറിഞ്ഞില്ല. അവരെപ്പോഴാണ് അത് യേശു കർത്താവെന്ന് മനസ്സിലാക്കിയത്? അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോഴാണ്. അതുവരെയും കൂടെ നടക്കുന്നത് കർത്താവാണെന്ന് അവർക്ക് മനസ്സിലാകാതെ ദൈവം അവരുടെ കണ്ണിനെ മറച്ചു വച്ചിരുന്നു. നമുക്ക് നമ്മുടെ ആ കണ്ണ് എപ്പോഴാണ് തുറക്കുന്നത്? സാധാരണ കണ്ണ് അവർക്ക് തുറന്നിരുന്നു. അവരുടെ സാധാ കണ്ണ് അവർക്ക് തുറന്നിരുന്നു. നമുക്ക് ഈ ലോകത്തുള്ള കണ്ണ്, നമ്മുടെ ഭൗതികമായ കണ്ണ് അവർക്ക് തുറന്നിരുന്നു. പക്ഷേ അവർക്ക് കൂടെ വരുന്ന വ്യക്തി യേശു കർത്താവാണെന്ന് മനസ്സിലാക്കുവാനുള്ള ആ അകക്കണ്ണ് അവരത് യേശു കർത്താവ് മറച്ചു വച്ചിരുന്നു. എപ്പോഴാണ് ആ അകക്കണ്ണ് തുറന്നത്? അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോൾ. അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തപ്പോഴാണ് തന്നോടൊപ്പം ആയിരിക്കുന്നത്, അവരുടെ കൂടെ നടന്നത്, അവരുടെ കൂടെ ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നത് തൻ്റെ കർത്താവാണ്, തൻ്റെ യേശു കർത്താവാണ്, അവരുടെ ഏറ്റവും അടുത്ത അവരുടെ ഗുരുവാണ് എന്ന് അവർ മനസ്സിലാക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും കർത്താവിൻ്റെ അപ്പത്തിന് അവകാശികളാണ്. കർത്താവിൻ്റെ അപ്പത്തിന് അവകാശികളാണ്. അതുകൊണ്ട് ആലയത്തിൽ അപ്പം നുറുക്കി ആലയത്തിൽ അപ്പവും വീഞ്ഞും നൽകുമ്പോൾ നാം അത് ഭക്ഷിപ്പാൻ നാം ആഗ്രഹിക്കണം. അത് നാം മുടക്കാതെ ആലയത്തിൽ എപ്പോഴൊക്കെ ഉണ്ടോ ആ അപ്പം നാം ഭക്ഷിക്കുന്നവരായിരിക്കണം. അപ്പവും വീഞ്ഞും നാം ഭക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അകക്കണ്ണ് തുറക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിക്കുവാനിടയായിത്തീരും. ദൈവം വർദ്ധിപ്പിച്ചു തരും. ഈ രീതിയിലെല്ലാം നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. നമുക്ക് നമ്മുടെ അകക്കണ്ണ് തുറക്കുവാൻ പ്രാർത്ഥിക്കണം. അകക്കണ്ണ് തുറന്നാൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീക ജീവിതം വർദ്ധിച്ചു വരികയുള്ളൂ. ദൈവം നമുക്കായി വച്ചിരിക്കുന്ന നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ, ദൈവം നമുക്കായി വച്ചിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പിശാചിൻ്റെ താൽക്കാലികമായി നമ്മെ കാണിക്കുന്നതായ അസാധ്യമായ കാര്യങ്ങളെ വകവയ്ക്കാതെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പുറത്തു വരണമെങ്കിൽ ദൈവത്തെ കാണണം. ആ കണ്ണുകൊണ്ട്, വിശ്വാസ കണ്ണാൽ നാം കാണണം. വിശ്വാസത്തെ കാണണം. വിശ്വാസത്താൽ കാണണം. വിശ്വാസത്താൽ നാം കാണണം. അങ്ങനെ വിശ്വാസത്താൽ കാണുവാൻ തക്കവണ്ണം ഓരോരുത്തരുടെയും അഴകക്കണ്ണ് പ്രകാശിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോരുത്തരുടെയും അകക്കണ്ണ് പ്രകാശിക്കുമാറാകട്ടെ. ദൈവം അതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.